പക്ഷെ ടീസർ കണ്ടപ്പോൾ ഞെട്ടി. നമുക്കൊരു കാറിൻ്റെ സൈഡിൽ കൂടെ വന്ന് നിൽക്കുന്നൊരു ഷോട്ടുണ്ട് ബാക്കിൽ. ടീസറിൽ കണ്ട ആക്ഷൻ സീക്വൻസ്, മമ്മൂട്ടിയുടെ കൊച്ചി സ്ലാങ്ങിലെ ഡയലോഗ്. ബസൂക്കയുടെ ടീസർ ഇറങ്ങിയായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? ബസൂക്ക ഒരു സ്റ്റൈലിഷ് മൂവി ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വെച്ചിരുന്നത്. പക്ഷെ ടീസർ കണ്ടപ്പോൾ ഞെട്ടി. ഒരു 1.5 പടത്തിലുള്ള സ്കോപ്പുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര അടിപൊളിയാവുന്നു. മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലിഷ് അവതാരം, മമ്മൂട്ടി മാത്രമല്ല ഗൗതമയായാലും മേക്കിംഗ്, ടീസറിൽ കണ്ട ആക്ഷൻ സീക്വൻസ്, മമ്മൂട്ടിയുടെ കൊച്ചി സ്ലാങ്ങിലെ ഡയലോഗ് ആൻഡ് മറ്റേ എന്താ പറയുക ഉപയോഗിച്ചിരിക്കുന്ന കാർസൊക്കെ റെട്രോ സ്റ്റൈല്, റെട്രോ കാറിൽ നിന്ന് ഇറങ്ങിയത് മമ്മൂട്ടി കണ്ടുവച്ചിരുന്നു. ഇപ്പോൾ ഉണ്ട് പൊളിയായിട്ടുണ്ട്. ഒരു എക്സ്ട്രീംലി സ്റ്റൈലിഷ് മമ്മൂട്ടി വിത്ത് ഹൈ ഒക്ടേൻ ആക്ഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഒരു ഫസ്റ്റ് ആളുടെ ഡയറക്ടറിൻ്റെ മൂവി ഷോട്ട് പോലെ തോന്നിയില്ല. മമ്മൂട്ടി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. എനിക്ക് പുള്ളി കഥ പറയാൻ വന്നപ്പോൾ ഈച്ച് സീൻ ബൈ സീൻ പുള്ളി ഭയങ്കര ലൈക്ക് പക്കയായിരുന്നു. പുള്ളിക്ക് ഭയങ്കര എല്ലാ സീനും ഉണ്ട്. അത് നമുക്ക് ടീച്ചർ കാണാറുണ്ട്. ഉണ്ടായിരുന്ന ഹൈപ്പ് ഇരട്ടി ആയിട്ടുണ്ട്. എന്തായാലും കട്ട വെയിറ്റ് കാണും. പൂജ റിലീസ് പൊളിക്കും. എനിക്ക് തോന്നുന്നു ഒരു ടെർബോയിൽ ഒരു മാസ് നാടൻ ആടിക്കറാണെങ്കിൽ ഇതൊരു സ്റ്റൈലിഷ് പദാർത്ഥം. മമ്മൂട്ടി ഒരു ഭീഷ്മപർവ്വത്തിൽ ആ ഒരു മുടികളൊക്കെ പൊളിക്കട്ടെ. ഉമ്മ ചെയ്യാത്ത റോള് വേറെ ഐഡിയുണ്ട്. ബസൂക്ക ടീസർ എങ്ങനെ ഉണ്ടായിരുന്നു? ബസൂക്ക എക്സ്പെക്ട് ചെയ്തൊരു ടീസർ തന്നെയാണ്. എന്നാ പറയുക, ആ ടീസർ കണ്ടിട്ട് ഞാൻ അപ്പം തന്നെ റിവൈൻഡ് അടിച്ച് ഒന്നുകൂടെ കണ്ടു. കാരണം പ്ലേസ് ചെയ്തേക്കുന്ന ക്യാരക്ടർ അമ്മാതൊരു ഐറ്റമാണ്, ഒരു എക്സിക്യൂട്ടീവ് ഐറ്റം. അതായത് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളുടെ മലയാള സിനിമയിൽ ഇമ്മാതിരി രീതിയിലൊരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഈ പിന്നെ അതിൽ നമുക്കൊരു കാറിൻ്റെ സൈഡിൽ കൂടെ വന്ന് നിൽക്കുന്നൊരു ഷോട്ടുണ്ട് ബാക്കിൽ, ഹെയർ കെട്ടി വെച്ചിട്ട്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഗൗതം വാസുദേവൻ്റെ ഒരു ഡയലോഗ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കതിൽ ഏത് റോളാണെന്ന്. അപ്പം നമുക്ക് പറയുന്നുണ്ട് നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല വായിന്ന്. ഈ സാധനങ്ങൾ തിയേറ്ററിൽ കയ്യടി 130% ഉറപ്പാണ്. ഓണം നമുക്ക് കൊണ്ടുപോകും, അതിലൊരു ഡൗട്ടും ഇല്ല. കാരണം ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റുകളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്ഡേറ്റുകളൊക്കെ പൊളിക്കും എന്നുള്ളതിലൊരു സംശയം ഉണ്ടാവില്ല. കാരണം ഇതുപോലുള്ള ഐറ്റംസ് വേണം. ഇക്കായ്ക്ക് പറ്റുള്ളൂ. കാരണം ലാസ്റ്റ് ഇറങ്ങി 6 പടങ്ങൾ ഇറങ്ങിയാലും ഞാൻ പറയുന്നു, കേൾക്കുന്ന നിങ്ങൾ തന്നെ പറയും. ഏതെങ്കിലും കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇന്ന പടം എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വേണം പടം ചെയ്യാനായിട്ട്. ചില ആൾക്കാരൊക്കെ കണ്ടിന്യൂസ്ലി ഒരേ ടൈപ്പ് പോകുമ്പോൾ ആൾക്കാർക്ക് മടുപ്പുണ്ടാകും. ഇതിലൊരു ആക്ഷൻ മാസ്, പക്ക ക്ലാസിക്കൽ മാസ് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കവിടെ ഓണത്തിന് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബസൂക്ക തന്നെയാണെന്നുള്ളതിൽ ഒരു ഡൗട്ടും ഉണ്ടാകത്തില്ല.